ഹലോ ഫ്രണ്ട്സ്, ഞാൻ നീനു. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ലാസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഗബാലെ തന്നെയാണുള്ളത്. നമ്മളിന്ന് തൂഫാൻ ദാഗ് റിസോർട്ടിലോട്ടാണ് പോകുന്നത്. അതൊരു മൗണ്ടൻ സ്കീ റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. മേലോട്ട് പോകാൻ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. അപ്പം വണ്ടി ഒരിടത്ത് നിർത്തി ഞങ്ങൾ മേലോട്ട് നടക്കുകയാണ്. കണ്ടോ, ഫുള്ളും മഞ്ഞ് മാത്രം. അല്ലെങ്കിൽ പിന്നെ മേളിലോട്ട് പോകല് നടക്കത്തില്ല. ഇവിടുന്ന് ഒരു 500 മീറ്ററേ ഉള്ളെന്നാണ് പറഞ്ഞ ഡ്രൈവർ. അപ്പോൾ നടന്നു വന്നു. കണ്ടോ, മാലേ വണ്ടികളാണ്. അവർ മഞ്ഞെറിഞ്ഞ് കളിക്കുന്നവിടെ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കളിക്കാം. അവിടുന്ന് ഇറങ്ങി വരുന്ന വണ്ടികളുടെ മേളിലൊക്കെ കട്ടയ്ക്കാണ് മഞ്ഞ്. പുക ഊതാം. പുക വന്നില്ലല്ലോ. വയനാട്ടായിരുന്നു. അങ്ങോട്ട് ഫുള്ള് മൂടൽ മഞ്ഞ, ഒന്നും കാണത്തില്ല. നമ്മൾ സാക്കോപ്പൈനിൽ എങ്ങനെയാ പോയാലോ, പക്ഷെ അന്ന് വീഡിയോ എടുത്തില്ല. ഇന്ന് അതൊരു എക്സ്പീരിയൻസ് അല്ലേ. എത്തി. ഓയ്യോ, രക്ഷപ്പെട്ടു. നോക്കിക്കേ, മരങ്ങളെല്ലാം എങ്ങനെയാണ് തൂഫാൻ ദാഗ് മൗണ്ടൻ റിസോർട്ട് ഹോട്ടൽ. അതാണ് സ്ഥലം. അവിടുന്ന് വണ്ടി ലൈറ്റിട്ട് വരുന്നു. ഇവിടെ ഇനി തെന്നാൻ സാധ്യതയുണ്ട്. വണ്ടി പോകുന്നുണ്ടോ? അവൻ്റെ ദേഹത്തിന് ഡ്രസ്സിൻ്റെ ഉള്ളിൽ പോലെ. നമ്മൾ ഉദ്ദേശിച്ച പോലല്ല. നല്ല ഇവിടെ അല്ല, അവിടെ നല്ല ഉണ്ടോ, ഷൂസിനകത്തൊക്കെ മഞ്ഞ് കയറി. വാടാ. ഓ, ഫോട്ടോ എടുക്കണ്ട. ബേബി ബാ. താഴെ അന്വേഷിച്ചപ്പം 4th ഫ്ലോറിലോട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 4th ഫ്ലോറിൽ എന്താ സംഭവം നോക്കിയിട്ട് വരാം. ക്യാമറയുടെയൊക്കെ ചാർജ് പെട്ടെന്ന് ഡ്രെയിൻ ആവുകയാണ്. ഫോർത്ത് ഫ്ലോർ.
കളിച്ചോ. നീ ചേച്ചി മഞ്ഞ നിൽക്കുക അവിടെ മേളിൽ കയറട്ടെ കേട്ടോ, തെന്നി വീഴല്ലേ. അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് എറിഞ്ഞോ കൂട്ടാ. കേബിൾ കാറ്. ബേബി കേബിൾ കാറല്ലേ. നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. നിസ്സാരം നിസ്സാരം. അതെ, രാവിലെ ആവശ്യമില്ലാണ്ട് മുക്കിയിട്ട് കക്കൂസി പോകുന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വിട്ടോ, നിന്നെ കൊണ്ട് പറ്റും, നീ അടിച്ചോ. നിസ്സാരം. ഷവർമ്മയുണ്ട്, ഷവർമ്മ. അത് കിട്ടുമോ? ഒരു വഴക്കുറേ. നമ്മൾ വന്ന വഴി ഇപ്പം ഒന്നും കാണത്തില്ലാത്ത പോലെ മൂടി വരിക. ഇവിടെ ഇപ്പം സമയം നോക്കട്ടെ, സമയം 4:30 ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റാ. ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. വാടാ, തെന്നല്ലേ? തെന്നും പയ്യെ. ഓക്കെ.
ഇതൊരു ഒന്നൊന്നര റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ആ ഹോട്ടൽ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഉള്ള റിസോർട്ടാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഇതിലാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും. ഉണ്ടോ ഇവിടെയൊക്കെ? ഇനി അവിടെ പിള്ളേർക്ക് ഒരു പ്ലേ പാർക്കും ഒക്കെ ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഭയങ്കര അടിപൊളി അനുഭവമായിരുന്നു. ഈ മുന്നിൽ കാണുന്ന ലൈറ്റിട്ട ക്യാബിൻ കണ്ടോ? അപ്പോൾ ഇതുപോലത്തെ വുഡൻ ക്യാബിനുകളിലാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ക്യാബിൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട്, ഇപ്പോൾ പാലമൊക്കെ നമ്മൾ കടന്നു വന്നില്ലേ, അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തും ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യാബിനുകളുണ്ട്. അപ്പോൾ ഓരോ ഫാമിലിക്കും നമുക്ക് എവിടെ ഇരുന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതൊരു പ്രത്യേക ഒരു മൂഡാണ്. അടിപൊളിയാണ് കേട്ടോ, പറയാതെ വയ്യ. എങ്ങനെയുണ്ടായിരുന്നു പാപ്പു? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. തണുപ്പുണ്ട്. ഇപ്പം സമയം എത്രയായി? ഒരു 6 o'clock ആവാൻ പോകുന്നു. 6 ആയിട്ടില്ല. എന്താണേലും മുമ്പ് 4:30 അല്ലായിരുന്നു. ഇപ്പോൾ ഒരു ½ an hour ഒക്കെ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും നല്ല ഇരുട്ടായി. ഇപ്പം ഞങ്ങൾ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. റെസ്റ്റോറൻറ്റിൽ വന്ന വ്യൂ വിഷ്വൽസ് ഇപ്പോൾ കാണിച്ച് അടിപൊളി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി. ഉള്ളിലുള്ളതൊക്കെ നമ്മൾ കണ്ടില്ലേ, അടിപൊളി സെറ്റപ്പാണ്. ശരിക്കും ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഇത് ആ മഞ്ഞ് മൂടിയ മരവും ഒക്കെ ആയിട്ടൊരു അറിയത്തില്ല, ആ ഫീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പം എല്ലായിടത്തും സ്നോ, അടിപൊളി. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി. കാപ്പുന് എന്താണ് പറയാനുള്ളത്? എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. അവനും ഇഷ്ടമായി. അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. 3rd day കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.